മതിയാകുന്നില്ലേ ഈ സ്നേഹം, കൊതി തീരുന്നില്ലേ നിൻ സാമീപ്യം, ഇതുപോരായേ നിൻ സാമീപ്യം പോരായേ, നിൻ സാന്നിധ്യം പോരായേ. അളവില്ലാതെന്നേറെ സ്നേഹിച്ചു നീ, ആത്മാവിനെ അധികമായി പകർന്നു നൽകി. ഇതിലും വലുതാ വേറെന്തുള്ളൂ ഈ ലോകേ ഞാനേറ്റം പ്രാപിച്ചിടാം. മതിയാകുന്നില്ലേ ഈ സ്നേഹം, കൊതി തീരുന്നില്ലേ നിൻ സാന്നിധ്യം, പിരിയാനാകരുതേ ഈ ബന്ധം, മാറാനാകരുതേ ആ മാർവിൽ നിന്നും. പിരിയില്ലിനിയും മരണം വരെയും, മാറില്ലിനിയും ഞാനാ മാർവിൽ നിന്നും. ഇതുപോരായേ നിൻ സാമീപ്യം പോരായേ, നിൻ സാന്നിധ്യം പോരായേ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് അറിയിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാമത്തെ അധ്യായം 31-ാമത്തെ വചനം. ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യുവീൻ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം എന്ത് ചെയ്താലും, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും അത് ദൈവത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി ചെയ്യണം എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ഈ ജീവിതം കൊണ്ട് ദൈവത്തിൻ്റെ മഹത്വം, നമ്മുടെ വെളിച്ചം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിക്കുമ്പം വാസ്തവമായി നല്ല പ്രവൃത്തികൾ കൊണ്ട് ചെയ്യുമ്പം ദൈവത്തിന് മഹത്വം കരേറ്റുകയാണ് നാം ചെയ്യുന്നത്. ഇവിടെ വചനം പറയുകയാണ് എന്തു ചെയ്താലും, എന്നിട്ട് പറയണേ എല്ലാം ദൈവത്തിൻ്റെ മഹത്വം. അതിന് മുമ്പ് പറയാം നിങ്ങൾ തിന്നാലും കുടിച്ചാലും, ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യുവീൻ. ഇവിടെ 23 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട്, എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട്, എങ്കിലും സകലവും ആത്മീക വർധനവ് വരുത്തുന്നില്ല. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണം അന്വേഷിക്കട്ടെ. അങ്ങാടിയിൽ വിൽക്കുന്നത് എന്തെങ്കിലും മനസ്സാക്ഷി നിമിത്തം ഒന്നും അന്വേഷണം കഴിക്കാതെ തിന്നുവീൻ. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും കർത്താവിനുള്ളതാണ്. എന്നിട്ട് പറയാണ്, അവിശ്വാസികൾ ഒരുവൻ നിങ്ങളെ ക്ഷണിച്ചാൽ നിങ്ങൾ പോകുമ്പോൾ മനസ്സുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വിളമ്പുന്ന എന്തായാലും മനസ്സാക്ഷി നിമിത്തം ഒന്നും അന്വേഷിക്കാതെ തിന്നുവിൻ എന്ന് പറയാം. എങ്കിലും ഒരുവൻ ഇത് വിഗ്രഹാർപ്പിതമെന്ന് നിങ്ങളോട് പറഞ്ഞാൽ ആ അറിയിച്ചവൻ നിമിത്തം മനസ്സാക്ഷി നിമിത്തവും തിന്നരുത്. മനസ്സാക്ഷി എന്ന് പറയുന്നത്
തൻ്റേതല്ല മറ്റവൻ്റേതത്രേ, അവന് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് പറയാണ്, എൻ്റെ സ്വാതന്ത്ര്യം അന്യൻ്റെ മനസ്സാക്ഷിയാൽ വിധിക്കപ്പെടുന്നത് എന്തിന്? നന്ദിയോടെ അനുഭവിച്ച് സ്തോത്രം ചെയ്ത സാധനം നിമിത്തം ഞാൻ ദുഷിക്കപ്പെടുന്നത് എന്തിന്? എന്നിട്ട് പറയണം, ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും. എന്താണ്? ഒരു ദൈവ പൈതൽ തിന്നുന്നതാണേലും കുടിക്കുന്നതാണേലും അത് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ് എന്നാണ് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നത്. എന്ത് ചെയ്താലും. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം ഇതിന് 3-ാം അധ്യായം 17-ാമത്തെ വാക്യം. അവിടെ പറയണം, വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രവും പറഞ്ഞുകൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മഹത്വം, പിതാവാം ദൈവത്തിന് മഹത്വം കരയറ്റണം. എന്നിട്ട് വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും, എന്ന് വെച്ചാൽ വാഗൊണ്ട് പറയുന്നതും ദൈവത്തിന് മഹത്വമായിരിക്കണം, പ്രവൃത്തിയും ദൈവത്തിന് മഹത്വമാണ്, സകലതും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്യണം. എന്നിട്ട് പറഞ്ഞു, അവൻ മുഖാന്തരം പിതാവാം ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടും ഇരിക്കണം. അപ്പോൾ തന്നെ പത്രോസ് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുകയാണ്, ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെയും ഒരുത്തൻ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്ക് ഒത്തവണ്ണമാകട്ടെ. എല്ലാറ്റിനും ദൈവം യേശുക്രിസ്തു മൂലം മഹത്വപ്പെടുവാൻ ഇടവരട്ടെ. മഹത്വവും ബലവും എന്നേക്കും അവനുള്ളത് ആമീൻ. എന്നുവെച്ചാൽ ഇനിയും പ്രസംഗിക്കുക ആയിക്കോട്ടെ, ശുശ്രൂഷയായിക്കോട്ടെ, ദൈവം നൽകുന്ന പ്രാപ്തിക്കൊത്തവണ്ണം. എന്നിട്ട് പറയാം, എല്ലാം ദൈവം, എന്നിട്ട് എല്ലാറ്റിനും ദൈവം യേശുക്രിസ്തു മുഖാന്തരം മഹത്വപ്പെടുവാനിടവരട്ടെ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം ദൈവത്തിന് മഹത്വം കരയേറ്റേണ്ടതാണ്. അതുകൊണ്ട് ഇന്ന് വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും, നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യാം. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. പിതാവെ, പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൻ നാമത്തിൽ വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവ് ഇവരുടെ ജീവിതത്തിൽ എന്ത് ചെയ്താലും എന്ത് തിന്നാലും കുടിച്ചാലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്യാൻ എല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ, ആകുല ചിന്തകൾ മാറട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാടിൽ യേശുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. നിന്നോടാണ് എനിക്കേറ്റം പ്രിയം പ്രിയനേ, നിന്നിൽ ഞാൻ കാണുന്നു ജീവൻ്റെ മൊഴികളെ. നിന്നെ വിട്ടെങ്ങു ഞാനിനി പോകും പ്രിയനേ, നീയല്ലോ യേശുവേ എൻ ജീവൻ്റെ ജീവൻ. നീയല്ലോ യേശുവേ എൻ ജീവൻ്റെ ജീവൻ. മതിയാകുന്നില്ലേ ഈ സ്നേഹം, കൊതി തീരുന്നില്ലേ നിൻ സാന്നിധ്യം.